നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6 ബുധനാഴ്ചയാണ്. ഇന്നലെ ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതോടെയാണ് ഇന്ത്യൻ വിപണി വീണ്ടും, അതായത് ഗിഫ്റ്റ് നിഫ്റ്റി വീണ്ടും ഇടിവിലേക്ക് പോയത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇതായിരുന്നു: റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് കൂടുതൽ തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള വാർത്ത നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവന്റ് കൂടി നമ്മൾ ഫോക്കസിൽ വെക്കണം. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഇന്ന് രാവിലെ 10 മണിക്കാണ്. നമ്മൾ ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് 25% ഒരു താരിഫ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ധാരാളം റിസ്കുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. ആദ്യം US മാർക്കറ്റുകൾ. താരിഫുകളുടെ ആഘാതത്തെ തുടർന്ന് നിക്ഷേപകർ ആശങ്കാകുലരായതിനാൽ ചൊവ്വാഴ്ച US വിപണി ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഉപഭോക്തൃ വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞതിനാൽ ജൂണിൽ USന്റെ വ്യാപാര കമ്മി കുറഞ്ഞു. ചൈനയുമായുള്ള വ്യാപാര വിടവ് 21 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇപ്പോൾ താഴ്ന്നിരിക്കുന്നത്. അതായത് കൺസ്യൂമർ ഗുഡ്സുകളുടെ ഇമ്പോർട്ടുകൾ അത് ഇടിയുന്നു എന്ന് തന്നെയാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. അത് US എക്കോണമിയെ സംബന്ധിച്ച് അത്ര നല്ലൊരു വാർത്തയല്ല. US വിപണി കഴിഞ്ഞ 6 ദിവസം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ S&P 500 6 ദിവസങ്ങളിൽ 5 ദിവസവും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് USൽ നിന്നും നിരവധി പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 റിസൾട്ടുകൾ വരാനുണ്ട്. അതിൽ ഡിസ്നി, ഊബർ, മാക്ഡൊണാൾഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. കൂടാതെ നിരവധി ഫെഡ് പ്രസിഡന്റുമാരുടെ സ്പീച്ച് കൂടി പുറത്തു വരുന്ന ഒരു ദിവസമാണ്. യൂറോപ്യൻ വിപണിയിലേക്ക്. ഇന്നലെ യൂറോപ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ വിപണിയിൽ പ്രധാനമായും ഇന്നലെ ചിപ്പ് സ്റ്റോക്കുകളാണ് ഇടിഞ്ഞത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,14,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. USൽ വീണ്ടും ഒരു റേറ്റ് കട്ടിന്റെ പ്രതീക്ഷകൾ വന്നത് കാരണം ഗോൾഡ് പ്രൈസുകൾ സ്റ്റഡി ആയി തന്നെ നിൽക്കുന്നു. 0.1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 74,960 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. OPEC പ്ലസിൽ നിന്നുള്ള ഉയർന്ന വിതരണവും ആഗോള ഡിമാൻഡ് ദുർബലമാകുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും ഇതെല്ലാം വ്യാപാരികൾ വിലയിരുത്തി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞത്. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ 1.5% ഇടിഞ്ഞത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപയ്ക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഫോക്കസിലുള്ള വാർത്തയിലേക്ക് വരാം. ഇന്ത്യക്ക് മേലുള്ള ഉയർന്ന താരിഫുകൾ ട്രംപ് ഉയർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് മേലുള്ള താരിഫ് വളരെ ഗണ്യമായി ഉയർത്താൻ പദ്ധതിയിടുന്നതായി ഇന്നലെ അറിയിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യയെ അദ്ദേഹം കുറ്റപ്പെടുത്തി. യുദ്ധയന്ത്രത്തിന് ഇന്ധനം നൽകുകയാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇന്ത്യക്ക് മേൽ നിയമവിരുദ്ധമായ വ്യാപാര സമ്മർദ്ദം ചെലുത്തിയതായി റഷ്യ ആരോപിച്ചു. കൂടാതെ ടാറ്റയുടെ JLRനെയും ട്രംപ് ലക്ഷ്യമിടുന്നതായി ചില വാർത്തകൾ വരുന്നുണ്ട്. പുതിയ പരസ്യ പ്രചരണത്തിന് ശേഷം ജാഗ്വർ ലാൻഡ് റോവറിന്റെ മാർക്കറ്റിനെ ഗുരുതരമായി ഇത് ബാധിച്ചതായി ടാറ്റ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. അത്തരത്തിൽ ട്രംപ് താരിഫ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് എത്ര ശതമാനമായിട്ടാണ് വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഇനി ഇന്നത്തെ ടോപ്പായിട്ടുള്ള റിസൾട്ട് പുറത്തു വന്നത് ഭാരതി എയർടെലിന്റെ ഭാഗത്ത് നിന്നുമായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 43% വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. 5,947.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 28.5% വർധനവ് രേഖപ്പെടുത്തി. 49,462.6 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിലും റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. എബിറ്റഡയിലും 41.3% വർധനവ് രേഖപ്പെടുത്തി. അതായത് മികച്ച ഒരു നമ്പേഴ്സ് തന്നെയാണ് ഭാരതി എയർടെൽ റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 3% വർധനവ് രേഖപ്പെടുത്തി. 520.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 8.8% വർധനവും റവന്യൂവിൽ വന്നിരിക്കുന്നു. ഇയർ ഓൺ ഇയറിൽ 4,622.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ലൂപ്പിനാണ്. നെറ്റ് പ്രോഫിറ്റിൽ 52.1% വർധനവ് രേഖപ്പെടുത്തി. 1,219 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.9% വർധനവ് രേഖപ്പെടുത്തി. 6,288.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലാണ്. അടുത്ത പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആൻഡ് പ്രൊജക്ട്സ്. നെറ്റ് പ്രോഫിറ്റിൽ 25.8% വർധനവ് രേഖപ്പെടുത്തി. 292.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.9% വർധനവ് രേഖപ്പെടുത്തി. 2,307.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്.
മികച്ച ഒരു നമ്പേഴ്സ് തന്നെയായിരുന്നു അത്. അടുത്തത് ടൊറൻറ്റ് പവറാണ്. നെറ്റ് പ്രോഫിറ്റിൽ 24.8% ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂവിലും 12.5% ഇടിവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. അടുത്തത് ഭാരതി ഹെക്സാകോം. നെറ്റ് പ്രോഫിറ്റിൽ ഇടിവാണ് ഇത്തവണ വന്നിരിക്കുന്നത്. 23.4% ഇടിവ് ഇപ്പോൾ രേഖപ്പെടുത്തി. 391.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.4% വർധനവ് രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി NCC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 8.5% ഇടിവ് വന്നിരിക്കുന്നു. 192.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.3% ഇടിവും വന്നു ഇയർ ഓൺ ഇയറിലെ കണക്ക്. അടുത്തത് മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ ഒരു കമ്പനി റൈമണ്ട് റിയാലിറ്റിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 121.8% വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 16.5 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 188.7% വർധനവ് വന്നിരിക്കുന്നു. 374.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതർ ഇൻകത്തിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വർധനവ് വന്നു. 17.5 കോടി രൂപയിലാണുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 0.1 കോടി രൂപ മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് PNB ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് നോക്കാം. ഹീറോ മോട്ടോകോപ്പ്, ബജാജ് ഓട്ടോ, ട്രെൻഡ്, ഡിവിസ് ലാബ്, ബജാജ് ഹോൾഡിംഗ്സ്, ഭാരത് ഫോർജ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ്, ബ്ലൂ സ്റ്റാർ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ജ്യോതി CNC, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, PVR ഇനോക്സ്, TD പവർ സിസ്റ്റംസ്, യൂനോ മിൻഡ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ. മറ്റുള്ള സ്റ്റോക്കുകളുടെ പേരെല്ലാം നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതൽ പഠിച്ചു പോകാൻ കഴിയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ആ കോഴ്സിലേക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു മാസം മാത്രമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ഉണ്ടായിരിക്കും. വൈകുന്നേരങ്ങളിലാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ സൗകര്യാർത്ഥമുള്ള ഒരു സമയത്ത് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഓഗസ്റ്റിൽ FIS ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആണെങ്കിലും ഇന്നലെ അവരുടെ സെല്ലിങ്ങിൽ വലിയൊരു കുറവാണ് വന്നിരിക്കുന്നത്. വെറും 22 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത്. DIS ആവട്ടെ 3840 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ US വിപണികൾ ഇടിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.13% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.27% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.68% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.39% ഇടിവിൽ, ജക്കാർത്ത കോമ്പോസിറ്റ് 0.67% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,665 75 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്ത് നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,649 73 പോയിന്റ്സ് ഇടിഞ്ഞാണ്. 100 ഡേ EMA ഉള്ള 24,595 ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്നലെ ചെറിയൊരു റിവേഴ്സൽ നമുക്ക് ലഭിച്ചത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ആയിട്ടുള്ള RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോഷ്യസ് അപ്രോച്ചാണ് ഇൻവെസ്റ്റേഴ്സ് എടുത്തത്. ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ 100 ഡേ EMA നിഫ്റ്റി ടച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ചെറിയൊരു റിവേഴ്സൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ ഡൗൺ സൈഡിൽ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 100 ഡേ EMA ഉള്ള 24,595 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കോഷ്യസ് ആയിരിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജൂൺ മാസത്തെ ലോ ആയിട്ടുള്ള 24,470 ആണ്. ഇനി ഈ സോൺ പ്രത്യേകമായി എടുത്തു പറയുകയാണെങ്കിൽ 24,450 മുതൽ 24,550 വരെയുള്ള ഈ ഒരു സോൺ മുൻപ് നമുക്ക് ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാം. മുൻപ് പലതവണയും ഈ ഒരു സോണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് റിവേഴ്സൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സോണിൽ വരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കാം. ആദ്യം 24,600 സ്ട്രൈക്കിൽ 14% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 191% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,550 സ്ട്രൈക്കിൽ 18% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 114% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 24,650 സ്ട്രൈക്കിൽ 8% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 116% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ആണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,360-ൽ
259 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെയും ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയത്. ഇനി ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,440 മുതൽ 53,880 വരെയുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ഉണ്ട്. അത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ജൂൺ മാസത്തെ ലോ ആണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 55,150 ജൂൺ മാസത്തെ ലോ വരുന്നത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 54,900 100 ഡേ EMA വരുന്നത് ആ ഒരു ലെവലിലാണ്. അത് പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000 ഇതൊക്കെയാണ് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 799 രൂപയ്ക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഇവിടെ നൽകുന്നുണ്ട്. ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.